ഞാൻ ഇന്നലെ KSRTC ബസ്സിൽ കയറിയിട്ട് ഈ സൗജന്യ യാത്രയുടെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് യാത്ര ചെയ്തായിരുന്നേ. അപ്പം ഞാൻ നോക്കി ആ ബസ്സിൽ കയറിയപ്പോഴത്തേക്കും എല്ലാ സ്ത്രീകളും സൗജന്യമായിട്ട് യാത്ര ചെയ്യുകയാണ്. ഓർഡിനറിയിലൊക്കെ പൊക്കോട്ടെ, എത്ര ഈ സ്ത്രീകൾക്കൊക്കെ എവിടുന്ന് ഇതിന് മാത്രം സമയമെന്ന് ഞാൻ ആലോചിക്കുന്നത്. കയറിയിട്ടുണ്ടല്ലോ എല്ലാ സ്ത്രീകളും ഫ്രീ ആയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് സീറ്റിലിരിക്കുക. ആ ടിക്കറ്റ് എടുക്കുന്ന ആണുങ്ങളൊക്കെ ഇല്ലേ, വവ്വാലുകളെ പോലെ തൂങ്ങിക്കിടക്കുക. അതിപ്പോൾ പ്രായമായവർ വരെ തൂങ്ങിക്കിടക്കുക. 60 വയസ്സിന് മേളിലുള്ള ഒരു അച്ചായം വരെ സീറ്റില്ലാഞ്ഞിട്ട് കുടയും പിടിച്ച് മുണ്ടും ഒരു കയ്യിൽ പിടിച്ച് ഒരു കയ്യിൽ തൂങ്ങി വവ്വാലിനെ പോലെ കിടക്കുക. അവർ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണുങ്ങളെ കയറിയ പെണ്ണുങ്ങൾ ആരും പോലും 10 രൂപ എടുക്കാൻ കയ്യില്ലാത്തവരൊന്നുമല്ല. എല്ലാവരും കയ്യിൽ പൈസ ഉള്ളവരാ. ഒരു 2 പേരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവർക്ക് എന്തോ ഇച്ചിരി സാമ്പത്തിക പ്രയാസമുള്ളവരായിട്ട് തോന്നി. ബാക്കിയുള്ള സ്ത്രീകളെല്ലാവരും 800 രൂപയ്ക്ക് മേളിലുള്ള ചെരുപ്പ്, അതിനനുസരിച്ചുള്ള ബാഗ്, ആക്സസറീസ് എല്ലാം നല്ല വിലയുള്ളത്. ഒരു 2-3 ചേച്ചിമാരെ ഞാൻ നോക്കിയിട്ട് ഒരു 8 ലക്ഷം രൂപയ്ക്ക് അടുത്ത് സ്വർണം വരെ ദേഹത്ത് കിടപ്പുണ്ട്. ഇവർക്കൊക്കെ എന്തിനാണ് ഇങ്ങനെ ഫ്രീ കൊടുക്കുന്നത്? സർക്കാർ ഒരു പൊട്ടബുദ്ധിക്ക് ഓരോന്ന് പറഞ്ഞ് അതേ കിടന്ന് ഞാലുവാണ് ഇവിടുത്തെ ജനങ്ങൾ. ശരിക്കും പറയണ്ടല്ലേ, സാമ്പത്തിക സംവരണങ്ങൾ നോക്കിയിട്ട് വേണം ആനുകൂല്യങ്ങൾ കൊടുക്കാൻ. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് പിങ്ക് കാർഡുള്ള, അതായത് റോസ് കളറിലെ റേഷൻ കാർഡുള്ള സ്ത്രീകൾക്ക് ഒരു 1000 രൂപ വെച്ച് കൊടുത്തായിരുന്നു. അവരത് ഇലക്ഷന് 3 മാസം മുമ്പ് കൊടുത്തു. കുറേ ആൾക്കാർക്കൊക്കെ കിട്ടി. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പിങ്ക് കാർഡുള്ള സ്ത്രീകൾക്ക് മാത്രം സൗജന്യം കൊടുക്കുക. ഓർഡിനറി ബസ്സിലോ ഏത് ബസ്സിലോ. പിന്നെ 18 വയസ്സിൽ താഴെയുള്ള സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ആട്ടും തുപ്പും കേട്ട് അവർ വന്ന ബാധക്കൽ ഇങ്ങനെ പട്ടികൾ കൂട്ടിക്കയറാൻ നിൽക്കുന്ന പോലെ ബസ്സിൻ്റെ ബാധക്കെ വന്ന് നിന്നാലേ ബസ്സുകാർ കയറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് KSRTCയിൽ കുറച്ച് ഫ്രീ കൊടുക്കുക. ഈ വളർന്നു വരുന്ന തലമുറയെ നല്ല പോഷകാഹാരവും കൊടുത്ത് നല്ല ജീവിത സാഹചര്യങ്ങളും കൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ അവർക്കുള്ള സാഹചര്യങ്ങളല്ലേ ചെയ്തു കൊടുക്കണ്ടേ. ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ വിജയ് സ്കൂളിൽ നല്ല ഭക്ഷണം കൊടുത്തിട്ട് ജയിൽ പുള്ളികൾക്ക് കഞ്ഞി കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. തലമുറേനെ വളർത്താൻ നോക്കുക. അല്ലാതെ ഈ കണ്ടടത്തൂടെ തെണ്ടാൻ നടക്കുന്ന പെണ്ണുങ്ങൾക്കും അവിടെ ഇവിടെ കുറേ പേരൊക്കെ നല്ലതിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. ജോലിക്ക് പോകുന്നവരെ അവർക്ക് ഡെയിലി ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കൊടുക്കുക. അല്ല ചുമ്മാ ആഡംബരം കാണിക്കാനും കോട്ടയം വരെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകാനും അല്ലെ കോട്ടയത്ത് പോയി തുണി എടുക്കാനും തൊടുപുഴ മഹാറാണി പോകാൻ തുണി എടുക്കാനും കുറച്ച് സമയം കളയണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 72 രൂപ 80 രൂപ ടിക്കറ്റിന് വേണ്ടി കുറേ ടൈം വേസ്റ്റ് ആക്കാനൊക്കെ ആയിട്ട് കുറേ സ്ത്രീകൾ ഇതിനു വേണ്ടി ഇറങ്ങി നടക്കുന്നുണ്ട്. അത് ഏത് വിധത്തിലുള്ളവരാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഇനി എതിർ പാർട്ടിക്കാരോ അങ്ങനെ ഇതിനെ തകർക്കാൻ നടക്കുന്നവരോ അങ്ങനെ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഫ്രീ കൊടുത്ത് എന്തിനാണ് ഇങ്ങനെ നമുക്ക് ഈ സാമ്പത്തിക നഷ്ടം വരുത്തി തീർക്കുന്നത്? കുട്ടികളെ KSRTCയിൽ അതാത് സ്ഥലത്ത് ഓർഡിനറി ഇപ്പോൾ സെൻറ് ആണീസിലും സെൻറ് ജോസഫിലും ഒക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട്. അവരൊക്കെ എന്തേലും വെയിറ്റ് ചെയ്ത് യാത്ര ചെയ്ത കോരുത്തോട്, കൂട്ടിക്കൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവരെയൊക്കെ KSRTCയിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. അതൊക്കെ ഒരു അന്തസ്സുള്ള കാര്യമാണ്. ഞാൻ എന്നിട്ട് കാഞ്ഞിരപ്പള്ളി ഇറങ്ങി കേട്ടോ. ഞാൻ ടിക്കറ്റ് കൊടുത്തപ്പോഴത്തേക്ക് കണ്ടക്ടർ പറഞ്ഞു, മേഡം ഒരാൾക്കായിട്ട് അങ്ങനെ വാങ്ങിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയില്ല. ഞാൻ കോട്ടയത്ത് ഇറങ്ങിയിട്ട് അടുത്ത സൂപ്പർ ഫാസ്റ്റിൽ കയറിയിട്ടാണ് ഞാൻ പോയത്. കാരണം നമുക്ക് സമയം കളയില്ല. ഞാൻ ഇതിൻ്റെ ഒരു ഇത് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് യാത്ര ചെയ്തതേ ഉള്ളൂ. മിനിമം കുട്ടികൾക്ക് 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കും കൂടെ ഫ്രീ കൊടുക്കുക, പെൺകുട്ടികൾക്കും ഫ്രീ കൊടുക്കുക. 60 വയസ്സിൽ മേളിൽ പെൻഷൻ മേടിക്കുന്ന അച്ചായന്മാർക്കും എല്ലാം കൊടുക്കുക. ആണുങ്ങളെ സംബന്ധിച്ച് അവർ അധ്വാനിച്ച് കാശുണ്ടാക്കുന്ന പോലെ തന്നെ സ്ത്രീകളും അധ്വാനിച്ച് കാശുണ്ടാക്കുന്ന. എനിക്കും ചോദിക്കാനുള്ളത്, എന്തിനാണ് എൻ്റെ പൊന്നു സ്ത്രീകളെ നിങ്ങൾ എന്താ പറയുന്നത്, നമ്മുടെ അഭിമാനം പണയം വെച്ചിട്ട് ഈ KSRTCയിലൊക്കെ കയറി നിരങ്ങി 10 രൂപ 20 രൂപയും തേണ്ടുന്നത്? അത്രയ്ക്ക് ദരിദ്രരാണോ ഇവിടുത്തെ സ്ത്രീകൾ? മിനിമം ഒരു മുഖത്ത് തേക്കുന്ന ക്രീമിന് വരെ 700 രൂപ കൊടുത്തും പർച്ചേസ് ചെയ്ത് മുഖത്ത് വെക്കുന്നവരാ. മീഷോയും പർപ്പിളും അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഇല്ലാത്ത ഏത് ഫോണാണ് ഉള്ളത്? പർച്ചേസ് ചെയ്യാത്ത ഏത് സ്ത്രീകളാണ് ഉള്ളത്? ഫേസസ് കാനഡയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരും ഒക്കെ എന്തേരം പെണ്ണുങ്ങളുണ്ട്. ഏത് സ്ത്രീയുടെ ഫോൺ എടുത്ത് നോക്കിയാൽ അറ്റ്ലീസ്റ്റ് പർപ്പിൾ എന്ന് പറഞ്ഞൊരു സൈറ്റെങ്കിലും കാണും. അതിൽ കയറിയിട്ട് ഒരു കൺമഷി മേടിക്കണേ കൊടുക്കണം 150 രൂപ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ. ഈ തൊഴിലില്ലായ്മ വേതനത്തിനോട് പോലും എനിക്ക് ഒരു പുച്ഛമാണ്. കാരണം ഒരു മനുഷ്യരെ മടിയന്മാരാക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ. നമ്മൾ തലമുറകളെ ഇല്ലാതാക്കുന്ന മടിയന്മാരാക്കുന്ന പരിപാടിയാണ്. തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നതെന്ന് പറയും. കുറേ പേര് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നൊക്കെ അത് വാങ്ങിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ അഭിമാനം പണയം വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് തെറി കമൻ്റായിട്ട് ആരും ഇടണ്ട. തെറി പറഞ്ഞാൽ തിരിച്ചു പറയും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ കേൾക്കുകയേ വേണ്ട. എന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക, നിങ്ങളങ്ങ് സ്ക്രോൾ ചെയ്ത് പോവുക. ഞാൻ പറഞ്ഞതിനോട് അനുകൂലിക്കാൻ പറ്റുന്ന ചിലരൊക്കെ കാണത്തില്ലേ, അവർ മാത്രം അനുകൂലിച്ചാൽ മതി. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസവും സർക്കാർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക.
വിജയ് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ, വിജയ് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളിലൊക്കെ, അതുപോലെ തന്നെ ചെയ്യുക. അല്ലാതെ പിന്നെ ഇത് ചുമ്മാ ഇതൊക്കെ വെറും ഒരുമാതിരി എന്താ പറയുന്നത്, ഈ ഒരു സംസ്ഥാനത്തിനെ ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ്. അല്ലേ തന്നെ നഷ്ടത്തിലോടുന്ന ഒരു വകുപ്പാണ് KSRTC. അതിനെ ഇല്ലാതാക്കാനുള്ളൊരു സംവിധാനം ഇത്. ഒരു പൊട്ട ബുദ്ധിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രംപ് കാർഡ് ഇറക്കിയ പോലെ ഇറക്കിയപ്പോൾ അതേ കയറി അങ്ങ് ഞാന്നതാണ് നാട്ടുകാർ. സാമ്പത്തിക സംവരണം സ്ത്രീകൾക്ക് കൊടുക്കുക. ഗതിയില്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്, അവർക്ക് സാമ്പത്തിക സംവരണം കൊടുക്കുക. മഞ്ഞ, പിങ്ക് ആ വക റേഷൻ കാർഡിലുള്ളവർ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഫ്രീ ആയിട്ട് അവർക്കൊരു ടിക്കറ്റ് കൊടുക്കുന്നതിലുണ്ടോ, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനൊന്നും എതിർപ്പില്ല. ഈ അർഹതയില്ലാത്തവർക്ക് കൊടുക്കരുത്, അർഹതയില്ലാത്തവർക്കൊന്നും കൊടുക്കരുത്. എനിക്കതേ പറയാനുള്ളൂ.